പറഞ്ഞാൽ നല്ലൊരു ബണ്ടിൽ പാക്കേജ് ആണ് റാണിപുരം വരുന്ന ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാൻ വേണ്ടി പോകുന്നത്. ഹായ് സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഉള്ളത് റാണിപുരം ഹിൽ സ്റ്റേഷനിലുള്ള ഇന്ന് അടുത്തിടെ ഓപ്പൺ ആയിട്ടുള്ള നമ്മുടെ സ്വന്തം ഗ്ലാസ് ബ്രിഡ്ജിലാണ്. അപ്പോൾ നമുക്കറിയാം റാണിപുരം വരുന്ന സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പുത്തൻ അനുഭവമായിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റാണിപുരത്തിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്നു കഴിഞ്ഞാൽ ട്രെക്കിംഗ് കഴിഞ്ഞാൽ വേറൊരു ആക്ടിവിറ്റി ഇല്ലാത്തൊരു വിഷമത്തിലായിരുന്നു ഇവിടെ വരുന്ന സഞ്ചാരികളൊക്കെ. അപ്പോൾ ഇപ്പം നമുക്ക് പുതിയതായിട്ട് അനുഭവിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി ഗ്ലാസ് ബ്രിഡ്ജാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഗ്ലാസ് ബ്രിഡ്ജ് മാത്രമല്ല, ഇവിടെ പുതിയതായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഭാവിയിൽ റാണിപുരം വരുന്ന സഞ്ചാരികൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളിവിടെ വരുന്നവർ ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ബാക്കിയുള്ള ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ ആൾക്കാരോട് തന്നെ ചോദിച്ചറിയാം. ഇപ്പോൾ ഇവിടെ കേബിൾ കാർ മറ്റുള്ള സംഭവങ്ങളൊക്കെ വരുന്നുണ്ടെന്നാണ് അറിയാൻ വേണ്ടി പറ്റിയത്. അപ്പോൾ റാണിപുരം വരുന്ന എല്ലാ സഞ്ചാരികൾക്കും ഇനി ആഘോഷിക്കാൻ വേണ്ടി ഒരുപാട് ആക്ടിവിറ്റീസാണ് ഇവിടെ റെഡി ആയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ ഒന്ന് വന്ന് കാണുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ ആൾക്കാരോട് തന്നെ ചോദിച്ചറിയാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ റാണിപുരം പുതിയതായിട്ട് ഓപ്പൺ ആയ ഈ ഗ്ലാസ് ബ്രിഡ്ജിൻ്റെ അതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് ഇവരോട് തന്നെ ചോദിക്കാം. അപ്പം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ പറയുന്നതായിരിക്കും. സാറേ, ഇത് ഇപ്പോൾ ഇവിടെ നമ്മളൊരു അടിപൊളി സംഭവമാണ് ഈ വന്നിട്ടുള്ളത്. റാണിപുരത്തിനെ സംബന്ധിച്ചിടത്തോളം വേറൊരു ആക്ടിവിറ്റി ഇല്ലാത്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഇത് വളരെ നല്ലൊരു പ്രോഗ്രാമാണ്. അപ്പോൾ നിങ്ങൾ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒന്ന് പറഞ്ഞത് ഇതിനിപ്പം സംഭവിക്കാൻ പോകുന്ന ഇനി വരാനുള്ളത് പറ്റിയാണ്. നമ്മളുടെ പ്രൊജക്റ്റ് ഞങ്ങൾ മാനേജ് ചെയ്യുന്നത് റാണിപുരം ഹിൽവ്യൂ റിസോർട്ട് LLP എന്ന കമ്പനിയുടെ പേരിലാണ്. സച്ചിനും വിൻസെൻറ്റും ഞാനുമാണ് ഇതിൻ്റെ പാർട്ട്നേഴ്സായിട്ട് ഉള്ളത്. ഞങ്ങൾക്ക് നിലവിൽ മംഗലാപുരത്ത് ഒരു വാട്ടർ തീം പാർക്ക്, മാനസ വാട്ടർ തീം പാർക്കിൻ്റെ മാനേജിംഗ് ഡയറക്ടറും കൂടിയാണ് ഞങ്ങൾ. അപ്പോൾ ആ ഒരു മോർ ദാൻ ഡിക്കേഡ് എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഈ പാർക്കുകളുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ട്. ഇവിടെ നമ്മൾ മെയിനായിട്ട് പാർക്ക് ചെയ്യാനുള്ള അഡ്വഞ്ചർ പാർക്കിലേക്ക് വരാനുള്ള കാരണം അഡ്വഞ്ചർ ഇഷ്ടപ്പെടുന്നവരാണ് റാണിപുരത്തേക്ക് വരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും റെഡ് അലർട്ട് ആണെന്നുണ്ടെങ്കിലും ഇല്ലെങ്കിൽ സമയം കഴിഞ്ഞ് വരുന്നുണ്ടെങ്കിലും ബാംഗ്ലൂരിൽ നിന്നും മൈസൂരിൽ നിന്ന് വരുന്ന വ്യക്തികളെല്ലാം തിരിച്ചു പോകേണ്ട ഒരു അവസ്ഥയിലേക്കാണുള്ളത്. അങ്ങനെ നമ്മുടെ സെൻറ്റ് മേരീസ് ജ്ഞാനായ പള്ളിയുടെ അച്ഛനുമായിട്ട് സംസാരിച്ച് ഈ സ്ഥലം നമുക്ക് തിരികെയും ഇതൊരു നല്ലൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള അഡ്വഞ്ചർ പാർക്കായിട്ട് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലവിൽ നമ്മളിപ്പോൾ ചെയ്തിരിക്കുന്നത് നോർത്ത് മലബാറിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇത് സ്പെസിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് സെൻട്രിക് ലാമിനേഷനും ഇപ്പോഴത്തെ കേരള ഗവൺമെൻറ്റിൻ്റെ പുതിയ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ചെയ്തിട്ടുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ ഗ്ലാസ് ബ്രിഡ്ജാണ്. ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ പശ്ചിമഘട്ട വ്യൂവും എല്ലാം കംപ്ലീറ്റ് മനോഹരമായിട്ട് കാണും. അതിനുശേഷം നമുക്കുള്ളത് ഈ മലയിൽ നിന്നും നമുക്ക് ആ ദൂരേക്ക് കാണുന്ന ആ മലയിലാണ് കേബിൾ കാർ പോകുന്നത്. ഇവിടെ നമ്മൾ റോപ്പ് റൈഡർ അല്ലെങ്കിൽ കേബിൾ കാറിലേക്ക് അറ്റ് എ ടൈം ഒരു കാറിൽ 5 പേർക്ക് യാത്ര ചെയ്യാം. 5 പേര് ഓപ്പറേറ്റർ, 6 പേർക്ക് യാത്ര ചെയ്യാം. അങ്ങനത്തെ 2 കാറുണ്ടാവും നമുക്ക്. അപ്പോൾ 12 പേര് വരെ നമുക്ക് അറ്റ് എ ടൈം പോയി വരാവുന്ന രീതിയിലേക്കാണ്. അതുപോലെ തന്നെ നമുക്കൊരു 1/2 കിലോമീറ്റർ നീളത്തിൽ കൂടുതലുള്ള സിപ്പ് ലൈനാണ് വരുന്നത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്നു, അവിടുന്ന് ട്രയാങ്കിൾ പോലെ തിരിഞ്ഞ് നമ്മുടെ പാർക്കിൻ്റെ താഴേക്ക് വരികയാണ്. ആ ഭാഗം കൊണ്ടായിരിക്കും പാർക്കിന് എൻട്രിയും പാർക്കിങ്ങും എല്ലാം വരുന്നത്. പബ്ലിക് ടോയ്ലറ്റ്സ് ബ്ലോക്കുകളാണ് അത് വരുന്നത്. അതിനുശേഷം നമുക്ക് ഈ വാട്ടർ പാർക്കിൻ്റെ മനോഹാരിതയും എല്ലാം കൂടെ ആസ്വദിക്കാൻ സാധിക്കുന്നു. പിന്നീട് ക്യാമ്പിങ് ചെയ്യാനുള്ള ടെൻറ്റ് പോലുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അവിടെ ഒരു 4 ഏക്കറോളം ഫോറസ്റ്റുമായിട്ട് ചേർന്ന് കാട് തന്നെയാണത്. ആകെ ആ ഭാഗത്ത് നമ്മുടെ ടെൻറ്റ് സ്റ്റേകളും അങ്ങനെയുള്ള ക്യാമ്പിങ്ങിനുള്ള സൗകര്യങ്ങളും നമ്മൾ ഒരുക്കുന്നുണ്ടായിരിക്കും. അതുപോലെ ചിൽഡ്രൻസ് പാർക്ക്, കഫറ്റേരിയ, ഈ കാര്യങ്ങളെല്ലാം കൂടെ വളരെ പെട്ടെന്ന് തന്നെ ഒരു 6 മാസം കൊണ്ട് ഫുൾ പ്രൊജക്ട് ലൈവ് ആകുന്ന രീതിയിലാണ്. നല്ലൊരു ബണ്ടിൽ പാക്കേജ് ആണ് റാണിപുരം വരുന്ന ഒരു സഞ്ചാരിയെ സംബന്ധിച്ചിടത്തോളം കിട്ടാൻ വേണ്ടി. തീർച്ചയായിട്ടും അതിപ്പോൾ നമുക്ക് ഈ ടൂറിസത്തിന്റെ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ട് ഈ ട്രെക്കിങ്ങിന്റെ കൂടെ തന്നെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസും കൂടെ ചെയ്യാനുള്ള ഒരു സൗകര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. പിന്നെ സ്റ്റേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇനി വരുന്ന പ്രൊവൈഡ് ചെയ്യും. ക്യാമ്പിംഗ് വലിയൊരു റിസോർട്ട് സെറ്റപ്പിലേക്കല്ല, വളരെ പ്രകൃതിയുമായിട്ട് ഇണങ്ങി താമസിച്ച് ഒരു അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ. ഇപ്പോൾ റാണിപുരം വരുന്ന മെയിൻ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഫുഡാണ്. ഫുഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. നമ്മളൊരു കണ്ടെയ്നർ കഫറ്റേരിയ ആൾറെഡി കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞു. പ്രോബബ്ലി ഇനി ഒരു 10 ദിവസത്തിനുള്ളിൽ തന്നെ നമ്മൾ കണ്ടെയ്നർ കഫറ്റേരിയ സ്റ്റാർട്ട് ചെയ്യും. വളരെ ഹോംലി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുന്ന രീതിയിലേക്കായിരിക്കും. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്യാനുള്ള കാര്യങ്ങളാണ് പ്ലാൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ റാണിപുരം വരുന്ന സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ എന്താ പറയുക, ഒരു 1 നൈറ്റ് സ്റ്റേയും 1 ഡേ ആക്ടിവിറ്റിയും കഴിഞ്ഞ് സന്തോഷത്തോടെ ഫാമിലിക്ക് തിരിച്ചു പോകാൻ പറ്റുന്ന രീതിയിലേക്ക് ഒരു ആക്ടിവിറ്റീസ്. ഇപ്പോൾ നിലവിൽ ഇവിടെ ട്രെക്കിംഗ് കഴിഞ്ഞാൽ പിന്നെ വേറെ ആക്ടിവിറ്റി ഒന്നും ഇല്ല. അഥവാ എത്താൻ ലേറ്റ് ആയി പോയാൽ ഇവിടെ ക്ലോസ് റെഡ് അലർട്ട് ആണെങ്കിലും പറ്റില്ല. വളരെ ഇപ്പം മൈസൂരിൽ നിന്നൊക്കെ വരുന്നവർ നിരാശപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ആ ഒരു രീതിയിലേക്കാണ് നമ്മളിത്. അപ്പോൾ ഇവിടെ വരുന്ന റാണിപുരം വരുന്ന സഞ്ചാരികൾക്കെല്ലാം ഇത് അടിപൊളി ഒരു ആക്ടിവിറ്റികളൊക്കെ ഇവിടെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊക്കെ വന്ന് ആസ്വദിക്കുക. കാരണം നമ്മുടെ നാട്ടിൽ വരുമ്പോൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മൾ തന്നെയാണ്. അതുപോലെ എല്ലാ സഞ്ചാരികളും ഇതൊക്കെ കണ്ട് ആസ്വദിക്കട്ടെ. നമ്മുടെ നാടും എന്താ പറയുക ലോകം അറിയട്ടെ. അപ്പോൾ ഇവിടെ ഇതൊക്കെ തുടങ്ങിയ എല്ലാ സെറ്റപ്പ് ആയി വരുന്നതിന് ശേഷം നമ്മൾ വീണ്ടും ഒന്നും കൂടി വരാം. എല്ലാവിധ ആശംസകളും. ഓക്കെ, കൂട്ടുകാരൊക്കെ ആയിട്ട് വരിക. അതിനുശേഷം നമുക്ക് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, താങ്ക് യു.